ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും റമദാൻ മുബാറക്. അതുപോലെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് റമദാനിന് മുമ്പ് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റമദാൻ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ ഞാൻ ഒരുപാടൊന്നും റമദാനിന് മുമ്പായിട്ട് അങ്ങനെ ചെയ്ത് വെക്കാറൊന്നുമില്ല. പിന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സോസാണ്, നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സോസാണ്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ വേറെ ഉള്ളത് നമ്മൾ തയ്യാറാക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു സോസ് എല്ലാത്തിലേക്കും എല്ലാ സ്നാക്സിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു സോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു കപ്പ് എന്ന് പറയുമ്പം ഒരു വലിയൊരു പീസാണ്, ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഒരു കപ്പ് ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പുളി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, കുരു ഇല്ലാത്ത പുളിയാണ്. പിന്നെ ഈത്തപ്പഴം വേണം, അത് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശം തോന്നുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് തിളപ്പിക്കാൻ വെക്കുകയാണ്. നന്നായിട്ട് തിളയ്ക്കണം. നമ്മളിത് ഒരുപാട് ദിവസം എടുത്ത് വെക്കാനുള്ളതല്ലേ, അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിരിക്കണം. പിന്നെ പുളി, ഈത്തപ്പഴം ഇതിൽ രണ്ടിലും നമ്മൾ കുരു ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വരും വേണം. ഒരു 10 മിനിറ്റ് മിനിമം വേണ്ടി വരും ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചാറ്റ് മസാല പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ, 1/2 ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഞാൻ പഞ്ചാബി സമോസ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അത് നന്നായിട്ട് അരച്ചെടുക്കും വേണം. എന്നാലേ നമുക്ക് ആ ഒരു സോസിൻ്റെ പരുവത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോസാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ടൊമാറ്റോ കെച്ചപ്പിനൊന്നും ആവശ്യമില്ല, ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സോസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സോസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റമദാനൊക്കെ ആകുമ്പോൾ സ്നാക്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സോസ് ഇല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ സോസ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ സമൂസയുടെ കൂടെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു സോസാണ്. ഞാനിപ്പോൾ ഈ ഒരു സോസ് കുറച്ചുകൂടെ തിന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമൂസയുടെ പഞ്ചാബി സമൂസയാണിത്. അതിൻ്റെ കൂടെയുള്ള സോസ് ഞാൻ കുറച്ചുകൂടെ തിന്നാക്കി എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് ബ്രെഡ് കോൺ സമൂസയാണ്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മൾ മലബാർ ഭാഗത്ത്, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ ഈ നന്നാരി വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് ആയിരിക്കും കോമൺ ആയിട്ട് ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് നന്നാരിയുടെ വെള്ളം നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കുക എന്നുള്ളത് നോക്കുന്നത്. ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ആ ഒരു വെള്ളം. പിന്നെ നന്നാരി സിറപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു നന്നാരിയുടെ വേര് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 125 ഗ്രാം നന്നാരിയുടെ വേരാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ മൊത്തത്തിൽ 250 ഗ്രാം കൊടുത്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ 125 ഗ്രാം എടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു വേര് നമ്മൾക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ ഒരുപാട് അഴുക്കുണ്ടാവും, അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നറുനീണ്ടി, സുഗന്ധി, നന്നാരി ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേര് നമ്മുടെ ഇഫ്താറിന് പ്രത്യേകിച്ച് ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, ഒത്തിരി നല്ലതാണ് ഇഫ്താർ ടൈമിൽ പ്രത്യേകിച്ച്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ട് വേണം നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. അല്ലാണ്ട് ഒരുപാട് അഴുക്കുണ്ടാവും അതിൽ, അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിതിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കണം, എന്നാലേ നന്നായിട്ട് ആ നന്നാരിയുടെ ആ ഒരു മണവും ഇതൊക്കെ അതിൽ കിട്ടുള്ളൂ. പിന്നെ ഇത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നന്നാരിയുടെ വെള്ളം മാത്രമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് സിറപ്പാക്കി എടുക്കും ചെയ്യാം. ഞാൻ മുമ്പ് അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ നന്നാരി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ഈ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളം കൊണ്ട് തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ യൂസ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, പക്ഷെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചാലേ ആ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ മാറി വരും. ഇപ്പോൾ കണ്ടോ, നല്ല കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊരു അരിപ്പയിലൂടെ വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അരിപ്പയിലൂടെ അരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ താഴെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഈ നന്നാരിയിൽ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു 125 ഗ്രാം കൊണ്ട് ഒരുപാട് നന്നാരി വെള്ളം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമതും നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എന്നിട്ട് പോലും നല്ല കളറുണ്ട് ആ വെള്ളത്തിന്. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ വെള്ളം നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മളിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തു വെക്കുന്നത്. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. നമുക്ക് 1 മാസത്തോളം ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് നന്നാരി സിറപ്പും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ മുമ്പ് അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചസാര ചേർക്കും, ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടാവില്ല. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുവാണെങ്കിൽ നാരങ്ങ വെള്ളം സാധാ ഉണ്ടാക്കുമല്ലോ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട്, അതിലേക്ക് ഒരു 2 ടീസ്പൂൺ, ഒരു ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും ആ ഒരു ഡ്രിങ്കിന്. അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആവും ആ ഡ്രിങ്കിന്. നല്ലൊരു കൂളിംഗ് ആയിരിക്കും ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ഒരു തവ കൊണ്ട് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കാരണം കണ്ടോ, ഇപ്പോൾ ഇതിന് താഴെ ഒരുപാട് പൊടിയുണ്ട്. അപ്പോൾ ആ പൊടി കൂടെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു തവ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാരി കുലുക്കി സർബത്ത്, നന്നാരി സർബത്ത്, ഇതൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. അതുപോലെ ഈ ഫോട്ടോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നന്നാരി വെള്ളമാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള സെയിം വെള്ളം തന്നെയാണ്. ഇതിൽ പഞ്ചസാര ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ഇത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഡ്രിങ്ക് ആണ് അതിന്റെ കൂടെ ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നന്നാരി സിറപ്പും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. സിറപ്പിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ് നന്നാരി കുൽക്കി സർബത്ത്. ഇനി അടുത്തതായിട്ടുള്ള റെസിപ്പി, ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്കുള്ള റൈസ് നമുക്ക് നേരത്തെ വേവിച്ച് വെക്കാം. ഒരാഴ്ചയൊക്കെ നമുക്ക് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് എഗ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. ഓരോ തവണയും നമ്മൾ കഴുകിയെടുക്കുമ്പം ആ വെള്ളം ഊറ്റി ഒഴിവാക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ. അത് ഇതിൽ വളരെ നിർബന്ധമാണ്. എന്നാലേ ആ അരിയിലെ കൊഴുപ്പൊക്കെ പോയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ വെള്ളത്തിലാണ് ഞാനിതിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അരി നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് അരി സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഒന്ന് നോക്കാം കേട്ടോ. എഗ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയിലാണ് ഈ അരിയുടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളത്തിലാണ് ഇപ്പോൾ ഈ അരി വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ്, അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാവൂ. പിന്നെ ഈ അരി ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വെള്ളം നന്നായിട്ട് ഒഴിവാക്കിയിട്ട് വേണം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ.
ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഓരോ അരിക്കും ഈ വേവുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയാണ് നമ്മൾ വേവുന്ന ടൈം നോക്കേണ്ടത്. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 90% അരി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ നമ്മളത് സ്ട്രെയിനറിലേക്ക് മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കുക്കായി വരരുത് അരി. പിന്നെ ഇതുപോലത്തെ റൈസ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഈ അരി ഊറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഈ ചോറ് മാറ്റണം. എന്നാലേ അത് നല്ല പാകത്തിൽ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നുകൂടെ കുക്കാവും. അവിടെ ഇരുന്നിട്ട് ആ ചൂടോട് കൂടിയിട്ട് ഇരുന്നിട്ട് ഒന്നുകൂടെ കുക്കാവും. അപ്പോൾ ആ വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഈ ചോറ് മാറ്റുന്നത്. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പരന്നൊരു തളികയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പരത്തി വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അതുപോലത്തെ റൈസ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിരിയാണിയിലേക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് ഒരുപാട് നേരം ചോറ് അതിൽ വെച്ചിരിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിതുപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റണം ചോറ്. എന്നിട്ട് ഇതുപോലെ പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റും ചെയ്യണം. അതൊക്കെ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുപാടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഒരുപാട് ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പം ഓരോ പുതിയ വീഡിയോസ് ഇടണ്ടേ ഡെയിലി. അപ്പോൾ നമ്മൾ ഇതൊക്കെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മുമ്പേ ചെയ്ത് വെക്കാത്ത കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് റൈസ് വേണ്ടത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ചൂടോട് കൂടിയിട്ട് എടുത്തു വെക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. നമുക്ക് ഡെയിലി എങ്ങനെയായാലും പുതിയ റെസിപ്പീസ് വേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരാഴ്ചയിൽ കൂടുതലും വെക്കാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഒരാഴ്ചൻ്റെ അകത്തിന് നമ്മൾ ഇത് കഴിച്ച് തീർക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റൈസ് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ എഗ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചെമ്മീൻ ഫ്രൈഡ് റൈസ്, അതുപോലെ ഫ്രൈഡ് റൈസിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ബിരിയാണി നമുക്ക് ദം ഇട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു റൈസ് വെച്ചിട്ട്. കുറച്ചുകൂടെ നമ്മൾ സ്പൈസസ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും ഓരോ ദമ്മിന്റെ ലെയറിലും ഇടയ്ക്ക്. പിന്നെ അതുപോലെ പുലാവ് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ ഒരു റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഫോട്ടോയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. ഈ റൈസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലബാർ ഭാഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത വേറൊരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നന്നാരി വെള്ളം തയ്യാറാക്കി വെക്കുന്ന പോലെ തന്നെ ഈ തേങ്ങ വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നതും ഈ മലബാർ ഭാഗത്ത് കോമൺ ആയിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ ഈ തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കുന്നത് കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു തേങ്ങ ചെറുവേത് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 4 ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ അല്പം കറിവേപ്പില. ഇതെല്ലാം കൂടിയാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി. 1/2 ടീസ്പൂൺ വേണമെന്നില്ല, 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒക്കെ എന്തായാലും വേണ്ടി വരും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും വേണം കേട്ടോ. അത് മസ്റ്റാണ്. പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു റെസിപ്പി മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഒരു ഫ്രൈയിങ് പാൻ യൂസ് ചെയ്തിട്ടായിരുന്നു ഞാനിത് വറുത്തെടുത്തത്. അപ്പോൾ പുതിയ ഫ്രൈയിങ് പാൻ ആയിരുന്നു, പക്ഷെ ഇതുപോലെ കറ പിടിച്ചു പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തെടുക്കുമ്പോൾ പുതിയ ഫ്രൈയിങ് പാൻ യൂസ് ചെയ്യേണ്ട, പഴയ പാൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ കടായോ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പുതിയത് യൂസ് ചെയ്യേണ്ട. ശരിക്കും ഈ തേങ്ങ വറുത്ത് പൊടിച്ചത് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ.
പിന്നെ ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ വെക്കും വേണം കേട്ടോ. കണ്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാനിതിപ്പോൾ വഴറ്റിയെടുക്കുന്നത്, ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ നന്നായിട്ട് വറുത്ത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നൊരു മണമായിരിക്കും ഈ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള കറികളുടെ മണം. കോമൺ ആയിട്ടുണ്ടാവും എല്ലാ വീടുകളിലും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വല്ലാണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് പരുവത്തിലാവും കേട്ടോ. കാരണം തേങ്ങയിലെ ആ എണ്ണ ഓയിൽ പുറത്തേക്ക് വന്നിട്ട് അത് പേസ്റ്റ് പരുവത്തിലാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പച്ചത്തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് നമ്മൾ കോഴി സാദാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി വേവിച്ചിട്ട് ഇത് ജസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പോലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം, പുറത്തും വെക്കാം ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കറികളുടെ റെസിപ്പീസും ഞാൻ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് കറികൾ ഞാൻ ഇത് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ചെയ്യാൻ പറ്റും. വറുത്തരച്ച ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, മുട്ടക്കറി, പിന്നെ അതുപോലെ വെണ്ടക്കത്തിയിൽ ഞാൻ ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക്. വേറൊരു സ്നാക്ക് റെസിപ്പി അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി ഇഫ്താർ റെസിപ്പിയുമായിട്ട് നാളെ വരാം. താങ്ക്